ഇ.പി. ജയരാജൻ തിരുവനന്തപുരത്തെ ഉൾപ്പെടെയുള്ള ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണെന്ന് ഞങ്ങളോട് പറയാം പൊതുസമൂഹത്തോട്. രണ്ടാമത് പറയുന്നത് ബി.ജെ.പി. നിരവധി സ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരുമെന്നാണ്. അതിന്റെ അർത്ഥം ബി.ജെ.പി. രണ്ടാം സ്ഥാനത്ത് എവിടെയൊക്കെ കേരളത്തിൽ വരും അവിടെയൊക്കെ മൂന്നാം സ്ഥാനത്ത് ഇടതുപക്ഷം പോകും. ഇടതുപക്ഷത്തിന്റെ കൺവീനർ എന്ന് പറയുന്നത് ഞങ്ങൾ അത്രയും സ്ഥലത്ത് മൂന്നാം സ്ഥാനത്ത് പോകും. പിന്നെ ഇത്രയും സ്ഥാനാർത്ഥികളോട് സ്നേഹം തോന്നാൻ ജയരാജൻ എന്താ കാര്യം? ജയരാജൻ എന്നെ വെല്ലുവിളിക്കാൻ കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയായ നിരന്മയ റിട്രീറ്റ്സ് ഇ.പി. ജയരാജന്റെ കുടുംബാംഗങ്ങൾക്ക് പങ്കാളിത്തമുള്ള വൈദേകം ആയുർവേദ റിസോർട്ടും തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ട്. തമ്മിൽ കരാറാണ്. അതിന് ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്നും പറയും. അപ്പൊ ബി.ജെ.പി. നേതാവും കേരളത്തിലെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ.പി. ജയരാജനും തമ്മിലൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് അവരുടെ കുടുംബാംഗങ്ങൾ തമ്മിലുണ്ട്. അത് നിഷേധിച്ചിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരൻ നിഷേധിച്ചിട്ടില്ല, ഇ.പി. ജയരാജൻ നിഷേധിച്ചില്ല. അവർ കണ്ടില്ല എന്ന് പറയുന്നത്. അവർ കാണേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടോയില്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവർ തമ്മിൽ കണ്ടോയില്ല എന്നുള്ളത് അപ്രസക്തമാണ്. അവരുടെ രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിലുണ്ട്. ഞാൻ അത് സംബന്ധിച്ച തെളിവുകൾ കേസ് കൊടുക്കുമെന്ന് പറയുക ഭീഷണിപ്പെടുത്തി. കേസ് കൊടുത്തോ? കേസ് കൊടുത്താൽ ഞാൻ അതിന്റെ മുഴുവൻ തെളിവുകൾ അത് പുറത്തുവിടും. വേണമെങ്കിൽ ഇനിയും ജയരാജൻ പറഞ്ഞാൽ ഞാൻ തെളിവിടും. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഈ നിരന്മയ റിസോർട്ടിന്റെ അധികാരികളുമായി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെയുള്ള ധാരാളം തെളിവുകൾ ഇത് സംബന്ധിച്ച് എന്റെ കയ്യിലുണ്ട്. ഞാൻ പിന്നെ കുടുംബാംഗങ്ങളെല്ലാം ഇൻവോൾവ് ആയതുകൊണ്ടാണ് ആ ചിത്രം ഇപ്പൊ പുറത്തുവിടാത്തത്. അപ്പൊ ഇനി അതുമായിട്ട് തർക്കിച്ചപ്പോ അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ? പണ്ട് അന്തർധാര മാത്രമായിരുന്നു CPM-ഉം ബി.ജെ.പിയും തമ്മിൽ. ഇപ്പൊ അന്തർധാരയൊക്കെ കടന്ന് പരസ്പരം ബിസിനസ് ഒരുമിച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള അതിലേക്ക് ബന്ധങ്ങൾ വളർന്നിരിക്കുന്നു. അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ.പി. ജയരാജനെ ഉപയോഗിച്ചുകൊണ്ട് ബി.ജെ.പിക്ക് കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അദ്ദേഹത്തിന് ഭയമാണ്. അദ്ദേഹത്തിന് കേസുകളെ കുറിച്ചുള്ള ഭയമാണ് ഈ ജയരാജനെ ഉപയോഗിച്ച് ബി.ജെ.പി. അനുകൂല സ്റ്റേറ്റ്മെന്റുകൾ. ആ സുരേന്ദ്രൻ വരെ അഭിനന്ദിച്ചു ആരെ? ഇ.പി. ജയരാജനെ. കാരണം ബി.ജെ.പിക്കാർ പോലും പറയില്ല. ബി.ജെ.പിക്കാർ ഒരുപാട് സ്ഥലത്ത് കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് വരുമെന്ന്. സുരേന്ദ്രന്റെ പാർട്ടിക്കാർ പോലും പറയാത്ത കാര്യം LDF-ന്റെ കൺവീനർ പറഞ്ഞപ്പോ സുരേന്ദ്രന് ജയരാജനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമോ? സുരേന്ദ്രൻ ഒരു തെറ്റാണ് ചെയ്തത്. ജയരാജനെ മാത്രമായിട്ട് അഭിനന്ദിക്കരുതായിരുന്നു, പിണറായി വിജയനെ കൂടി അഭിനന്ദിക്കണമായിരുന്നു ഒരുമിച്ച്. കാരണം അവർ രണ്ടുപേരും കൂടിയാണ് നിങ്ങൾക്ക് കൂടെ കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്.